ട്രേഡിങ്ങിന് ഒരു സൈക്കോളജി ഉണ്ട്. അതിനകത്ത് ബേസിക്കലി 3 ഇൻപുട്ടാണ് വരിക. ഒന്ന് പ്രൈസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആ സ്റ്റോക്കിന്റെ വാല്യൂ ആണ്. അതായത് ആ സ്റ്റോക്കിന്റെ വാല്യൂ നമ്മുടെ സൊസൈറ്റി അഥവാ ട്രേഡിങ്ങിന്റെ സൊസൈറ്റി അഥവാ മോബ് കാണുന്നത് എന്താണെന്ന്. വോളിയം ഉദ്ദേശിക്കുന്നത് ആ മോബിന്റെ അർജൻസിയും കൺവിക്ഷനുമാണ്. അതേപോലെ തന്നെ ലോ വോളിയം ആണെങ്കിൽ ഒരു പാസീവ് മോബാണെന്നും ഹൈ വോളിയം ആണെങ്കിൽ അത് ഒരു ക്രൗഡാണെന്നും ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സ്റ്റോക്കിലേക്ക് വരുന്ന ഒരു ക്രൗഡ് അല്ലെങ്കിൽ സ്റ്റാമ്പീഡിങ് ആണ് അവിടെ സംഭവിക്കുന്നത്. ടൈം എന്ന് പറയുന്നത് ആ ഒരു ഗ്രൂപ്പിന്റെ ആ ഒരു സൊസൈറ്റിയുടെ ഒരു മെമ്മറിയാണ്. അതായത് പാസ്റ്റിലെ സന്തോഷമോ ദുഃഖമോ ആയിട്ടുള്ള ഒരു മെമ്മറിയാണ് ആ കാണിക്കുന്നത്. സപ്പോർട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മോബിന്റെ പഴയ ചീപ്പായിട്ടുള്ള പ്രൈസിനെ കുറിച്ചിട്ടുള്ള മെമ്മറിയാണ്. അതുപോലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പഴയ ചിന്തയിൽ നിന്നും എന്തുമാത്രം ആ സ്റ്റോക്കിന് പ്രൈസ് കയറാമെന്നും ആ കയറി എത്തുമ്പോൾ അത് വിട്ടില്ലെങ്കിൽ നഷ്ടം വരുമെന്നുള്ള ഒരു പാനിക് നമ്മുടെ ഉള്ളിൽ തോന്നുമ്പോൾ വിറ്റ് ഒഴിയുന്നതുമാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഫോമോ എന്ന് പറയുന്നത് പലതവണ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഫോമോ എന്ന് പറയുന്നത് ഹെവി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഔട്ട് വരുമ്പോൾ ഹൈ വോളിയത്തിലെത്തുമ്പോൾ അത് വാല്യുവേഷനിൽ നിൽക്കാൻ പറ്റാതെ വരും. ക്രൗഡിന് മനസ്സിലാവും അത് സസ്റ്റെയിൻ ചെയ്യില്ല, അത് പാനിക്കായിട്ട് സെല് ചെയ്യും. അതേപോലെ തന്നെയാണ് ക്യാപിറ്റൽ അതായത് പാനിക് സെൽ ഓഫ് വരുമ്പോഴും സംഭവിക്കുന്നത്. അതായത് ഒരു റോക്ക് ബോട്ടത്തിലെത്തുമ്പോൾ നല്ല ഒരു വാല്യൂ ആണെന്ന് തോന്നുന്നു കഴിയുമ്പോൾ എല്ലാവരും കൂടി വാങ്ങാൻ തോന്നുന്നതും അതുപോലെ തന്നെയാണ്. ഇനിയിപ്പോൾ ഒരു ഷോർട്ട് ടൈമിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വക നോയ്സ് അതായത് എമോഷണൽ ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് ആ ഷോർട്ട് ടൈമിനകത്തേക്ക് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് ട്രേഡ് ചെയ്യുന്നത് ഷോർട്ട് ടൈം ട്രേഡിംഗ് അതായത് ഡെയിലി ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് ഈ ടെക്നിക്കൽസ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. കൂടുതൽ ലോങ് ടൈമിലേക്ക് കയറുമ്പോൾ ഇതിനേക്കാൾ കൂടുതലായിട്ട് അതിനകത്തേക്ക് ഇൻപുട്ടായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു പ്രൈസ് വോളിയം ടൈം എന്ന് പറയുന്നത് പല വിധത്തിലാണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അതേ ഞാൻ ഈ പറഞ്ഞ പേരിൽ മാത്രമല്ല. പക്ഷെ ലോങ്ങർ the customer or the trader എന്ത് മാക്രോ എക്കണോമിക്സ് വരും, ഇൻട്രസ്റ്റ് റേറ്റ്സ് വരും, അതേപോലെ തന്നെ റെഗുലേറ്ററി ചേഞ്ചസ് വരും, അതേപോലെ തന്നെ പ്രൊമോട്ടർ അല്ലെങ്കിൽ മാനേജ്മെന്റ്സിന്റെ ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ സ്കാൻഡൽസ് എല്ലാം അതിനകത്തേക്ക് കയറി വരും. പക്ഷെ അത് എമോഷണൽ പ്രൂഫായിട്ടാണ് വരുന്നത്. എമോഷൻസിൽ നിന്ന് അത് എസ്കേപ്പ് ചെയ്യാണ്. ഇതൊരു മീഡിയം ടേമിലേക്കൊക്കെ ഇത് കുറച്ചുകൂടി സത്യമായിട്ട് വരും. ഇനിയിപ്പം ഒരു 5 years പ്ലസിലേക്ക് എത്തിയെന്ന് വിചാരിക്കുക. കോർപ്പറേറ്റ് ഏർണിങ്സിന് അതേപോലെ സ്ട്രക്ചറൽ ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്തിന് ഫണ്ടമെന്റൽസിന് മൊത്തം ഇമ്പോർട്ടൻസ് കൂടി വരും. ഇനി 10 years പ്ലസ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ കോമ്പൗണ്ടിങ്ങും അതേപോലെ തന്നെ മൾട്ടി ബാഗറും അതേപോലെ തന്നെ കറോട്ട്പതിയൊക്കെ ആവാൻ ആയിട്ട് തിയറികൾ പറയുന്നത്. ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ ടാക്സ് സേവിങ്സ് വരും, അതേപോലെ തന്നെ ട്രാൻസാക്ഷണൽ സേവിങ്സ് വരും, പിന്നെ എമോഷണൽ എറേഴ്സ് ലോങ് ടേമിൽ തീരെ ഉണ്ടാവില്ല. അതായത് ഒരു സ്മോളർ ആയിട്ടുള്ള എമോഷൻസ് മാത്രമല്ല ബിറ്റ് ലോങ്ങർ ആയിട്ടുള്ള ഒരു ഡൗൺ പാച്ച് ഒന്നും അതിനെ ബാധിക്കില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 years കൂടുതൽ വരുമ്പോൾ കോമ്പൗണ്ടിങ് അതേപോലെ തന്നെ ഏർണിങ്സ് എല്ലാം കൂടും. അതാണ് ശരിക്കും മനുഷ്യനെ സമ്പത്ത് കാര്യമായിട്ടുണ്ടാക്കി തരുന്നത്. പക്ഷെ ആ സമയത്തേക്ക് ബിസിനസ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ബിസിനസ് എക്കോസിസ്റ്റംസ് തന്നെ ചേഞ്ച് ചെയ്തിരിക്കാം. അതുകൊണ്ട് ബൈ ആൻഡ് ഫോർഗെറ്റ് എന്നുള്ള രീതിയിലല്ല, പീരിയോഡിക്കലി നമ്മൾ അത് ഇവാലുവേറ്റ് ചെയ്യണം. കാരണം ഇപ്പോൾ ഒരു സിമ്പിൾ ഉദാഹരണം നോക്കിയാൽ ഇന്നിപ്പോൾ 2026 ഈ 2026 ഷൈനിങ് ആയിട്ടുള്ള സ്റ്റോക്സ് അതായത് ഫ്യൂച്ചർ പ്രോമിസിങ് ആയിട്ടുള്ള സ്റ്റോക്സ്
ആയിരുന്നില്ല 2016 നിന്നും. ഇപ്പോൾ ഒരു 2006 നോക്കിക്കഴിഞ്ഞാൽ ടോട്ടലി ഡിഫറെന്റ് സെറ്റ് ഓഫ് സ്റ്റോക്സ് ആണ് അന്ന് പ്രോമിസിംഗ് ആയിട്ട് നമുക്ക് തോന്നിയിരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അതായത് ബിസിനസ് എൻവയോൺമെന്റ്, ആ ടോട്ടൽ എക്കോസിസ്റ്റം ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇതിന്റെ ഫണ്ടമെന്റൽസ് തീർച്ചയായിട്ടും നോക്കണം പീരിയോഡിക്കലി, പക്ഷെ നോട്ട് റിക്വയർഡ് ഡെയിലി. എന്താണെങ്കിലും നിങ്ങളുടെ എല്ലാ ഇൻവെസ്റ്റ്മെന്റും ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറുടെ കീഴിൽ മാത്രമായിരിക്കണം. ഞാൻ പറയുന്നത് ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ്. എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു.